ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു കിടിലൻ പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരുപാട് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. കഴിഞ്ഞ ഡിസംബറിലെങ്ങാണ്ട് എടുത്തു വെച്ചതായിരുന്നു. പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ഇപ്പോൾ ഇതിൻ്റെ സമയമായതുകൊണ്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ടർ സ്കോച്ച് പുഡിംഗാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ബട്ടർ സ്കോച്ച് കേക്ക് പോലെ തന്നെ ഒരു പുഡിംഗ്. അപ്പോൾ ഈ പുഡിങ്ങിലേക്ക് ഫസ്റ്റ് നമുക്ക് പ്രാലൈൻ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലോ അല്പം ബട്ടർ ഒന്ന് തടവിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ തടവിയാലും മതി. ഒരു പാനിൽ 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്ത് ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ കാരമൽ ചെയ്തെടുക്കാനായിട്ട്. ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായി കഴിഞ്ഞ് ചെറിയൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷുഗർ നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നട്ട്സ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറിലേക്ക് മാറ്റി ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഒന്ന് ഉറച്ച് കിട്ടും. അപ്പോൾ നമുക്കിത് പൊടിച്ച് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കിയെടുക്കണം. മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോകാം. ചെറിയ ഫ്ലെയിമിൽ 1/4 കപ്പ് ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 3-4 ടേബിൾ സ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ രുചിക്കനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ ഉള്ളത് കൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ സോസും അത്യാവശ്യം മധുരമുള്ളതാണ്. ക്രീം ഇവിടെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി എടുത്താൽ നമുക്ക് പുഡിംഗ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ പുഡിങ്ങിൻ്റെ ബേസായിട്ട് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഡിപ്പ് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് പാലിൽ ഈ ബട്ടർ സ്കോച്ച് സോസ് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ പ്രാലൈന് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ പുഡിംഗ് സെറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അതുകൊണ്ടാണ് താഴെ ഇങ്ങനെ ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ളത്. ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും പാലിൽ മുക്കി നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സോസ്, വിപ്പിംഗ് ക്രീം, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ്, ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇവിടെ 3 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 ലെയറും ഇവിടെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നല്ല പോലെ തന്നെ തണുത്ത് കിട്ടണം. അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ചെറിയൊരു ട്രേയിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ട്രേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കേക്ക് ടിന്നിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഊരിയെടുക്കുകയാണ്. കേക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സൈഡിലൊക്കെ ചെറുതായിട്ട് ഒരു കോട്ടിംഗ് കൊടുക്കുകയാണ് വിപ്പിംഗ് ക്രീം കൊണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും ഒക്കെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ബ്രെഡും ക്രീമും വെച്ചിട്ട് ഇങ്ങനെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.